പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 13-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മഹത്വം ശത്രുവിൽ നിന്ന് നിന്നെ രക്ഷിക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ വർഷം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ, ഒരു ദേശത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ശത്രുവിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും കേൾക്കുന്നത്. കാരണം മഹത്വം അവന് പിൻപടയായി മാറുമെന്ന് ഞാനും നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിനകത്ത് തിരിച്ചറിയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സെഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുൾപ്പാട്. ദൈവമഹത്വം ഒരു വ്യക്തിയുടെ മേളിൽ, ഒരു സഭയുടെ മേളിൽ, കുടുംബത്തിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ അതിന് ചുറ്റും തീമതിലായി അതിൻ്റെ നടുവിൽ മഹത്വമായി വെളിപ്പെടും. എന്നെ കേൾക്കുന്നവർ ഈ പ്രഭാതത്തിൽ എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്? കർത്താവേ, നിന്റെ മഹത്വം എന്നെ സൂക്ഷിക്കണമേ, നിന്റെ മഹത്വം എന്നെ നടത്തുമാറാക്കണമേ. നിന്റെ മഹത്വത്തിൽ വെളിപ്പെടുന്ന വലിയ പ്രൊട്ടക്ഷനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമഹത്വത്തിനായി ദാഹിക്കുന്ന, ദൈവമഹത്വത്തിനായി പ്രാർത്ഥിക്കുന്ന എത്ര പേർ എൻ്റെ കൂടെ ഈ വർഷം മഹത്വം നമ്മെ സൂക്ഷിക്കുവാൻ പോവുകയാണ്? ഇന്നലെ വരെയും ജീവിതത്തിനകത്ത് ഞായറും തിങ്കളും സന്തോഷമാണെങ്കിൽ ബാക്കി 5 ദിവസങ്ങളും ദുഃഖവും വിഷമങ്ങളും വേദനയും രോഗവുമായി തീർന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ പകല് മുതൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മഹത്വം ശത്രുവിനെ നിന്റെ അടുക്കലേക്ക് അടുക്കാത്ത രീതിയിൽ, രോഗം നിന്റെ അടുക്കലേക്ക് അടുക്കാത്ത രീതിയിൽ നിന്നെ സൂക്ഷിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളെ 40 വർഷം അറിയാം, പകലും രാവും സൂക്ഷിച്ച മഹത്വം നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ആ മഹത്വം ഇന്നും ജീവിക്കുന്നു പ്രിയരെ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതേ മഹത്വം ഈ പകലും എന്നെ കേൾക്കുന്നവരുടെ മേളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. നമ്മൾ കുറിവാക്യമായി ശ്രദ്ധിച്ച ആ വാക്യത്തിനകത്ത് ഇതാ മഹത്വം നിനക്ക് പിൻപടയായിരിക്കുമെന്നാണ് വചന സന്ദേശം വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിയുടെ പിന്നിലേക്ക് മഹത്വം വെളിപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വേഗത്തിൽ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. വേഗത്തിൽ വരാം. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. 18-ാമത്തെ വാക്യം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. എന്നെ കേൾക്കുന്നവരെ, ഈ 2025 നിങ്ങൾ വിശ്വസിക്കണം. ഇതുവരെയും നിങ്ങൾ കരഞ്ഞതും ഇതുവരെയും നിങ്ങൾ തകർന്നതും നിങ്ങൾ ജീവിതത്തിനകത്ത് ഇനി വഴിയില്ലെന്ന് പറഞ്ഞെടുത്തുമൊക്കെ യഹോവ മഹത്വം എടുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞെടുത്ത് ആ അടഞ്ഞ വഴികളുടെ മുമ്പിൽ എൻ്റെ കർത്താവ് പറയുന്നു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നു. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവന്റെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിൻപിലേക്ക് പോയി നിന്നു. എന്നെ കേൾക്കുന്നവരെ, മഹത്വം ഒരാളുടെ പിന്നിലേക്ക് വന്നാൽ അല്ലെങ്കിൽ പിൻപടയായി വന്നാൽ അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കുകയാണ്. ഇതാ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ദൈവദൂതനും
ആ മേഘവും അവരെ മുമ്പിൽ നിന്ന് മാറി ഇനി പിന്നിലോട്ട് വന്നു. ഇതുവരെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മുമ്പോട്ടുള്ള വാക്യത്തിൽ ഭാരപ്പെടുകയാണ്. മരണമെന്ന് അവർ പറയുകയാണ്, എല്ലാം അവസാനിച്ചെന്ന് പറയുകയാണ്. പക്ഷേ ഈ സമയം മുതൽ മുമ്പിൽ നിന്ന് ദൈവദൂതനും ആ മേഘവും മുമ്പിൽ നിന്ന് പിന്നിലോട്ടൊന്ന് മാറി എന്ന് പറഞ്ഞാൽ ഇതുവരെയും അവരെ വെല്ലുവിളിച്ച, ഇതുവരെയും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഫറവോന് ഇനി അവരോട് അടുക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്കായി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി നിങ്ങളുടെ പിന്നിലേക്ക് നാം മഹത്വം വെളിപ്പെട്ടു വരുന്നു. നിങ്ങളുടെ നന്മകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശത്രുവിനെ, നിങ്ങളുടെ വീട്ടിൻ്റെ സമാധാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശത്രുവിനെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ, അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രഭാതമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് പറയും, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും പാസ്റ്റർ എനിക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ബ്രദർ എനിക്കൊരു ഉയർച്ചയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഈ സമയം മുതൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. അടുത്ത 20-ാമത്തെ വാക്യം എന്നെ കേൾക്കുന്നവർ ഒരുമിച്ച് വായിക്കാം. ആ രാത്രി മുഴുവൻ മിസ്രയീമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. എന്നെ കേൾക്കുന്നവരെ, ഇന്നു മുതൽ നിന്റെ നന്മകളെ കൊണ്ടുപോയിരിക്കുന്ന ശത്രുവിന് നിന്നെ കാണാൻ കഴിയത്തില്ല. ഇതാ മഹത്വം അതിൻ്റെ നടുവിൽ നിനക്ക് കവറായി, നിനക്ക് പ്രൊട്ടക്ഷനായി വെളിപ്പെട്ടു വരികയാണ്. ഇന്നു മുതൽ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ശത്രുവിന് നിന്റെ നന്മകൾ വ്യക്തമാകത്തില്ല. കാരണം അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നന്മകൾ നിനക്ക് കണ്ടിന്യൂ ആയി വെളിപ്പെട്ടു വരാൻ പോകുന്നു. രാത്രിയിലും നിന്റെ നന്മകൾ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അലിയ എൻ്റെ പ്രിയനോ ഞാൻ ഉറക്കത്തിൽ കൊടുക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഉറക്കത്തിൽ പോലും നന്മകൾ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതാ ഈ പ്രഭാതമായി തീരുകയാണ്. ഇന്നു മുതൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് പിൻപടയായി തീരാൻ പോകുന്നു. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വത്തിന്റെ പ്രൊട്ടക്ഷൻ ഇവർ അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ വലിയ വലിപ്പം ഇവർ കാണട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. ഇനി ശത്രു അടുക്കാതെ വണ്ണം ദൈവമഹത്വം ഇവരെ കാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ ദിവസവും 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. വൈകുന്നേരം നിങ്ങളും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുവരെയും കർത്താവിൻ്റെ തങ്കച്ചിറയിൽ നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.